ഹലോ, ഹോൺ വോയിസിലൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അല്ലേ. ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് ജഡായിപ്പാറയിൽ പോയൊരു കഥ പറയട്ടെ. അങ്ങനെ ഇരിക്കെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം സമയവും സാഹചര്യവും ഒത്തുവന്ന് ഈ ഒരു ക്രിസ്മസ് അവധിക്ക് ഞങ്ങളെല്ലാവരും കൂടെ ജഡായിപ്പാറ കാണാൻ പോയി. എന്നാൽ ഞങ്ങളുടെ ഈ ഒരു യാത്രയും ഞങ്ങൾക്ക് നല്ലൊരു പണിയായിരുന്നേ. ഒരു ദിവസം മൊത്തം ക്യൂവിൽ നിൽക്കേണ്ടി വന്നാലുള്ളൊരവസ്ഥ അതേ അവസ്ഥയായിരുന്നു. എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യൂ, കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ, കേബിൾ കാറിൽ കയറാൻ വേറൊരു ക്യൂ, അങ്ങനെ ക്യൂ ആയിരുന്നു. ഒരു 3 മണിക്ക് എത്തിയ ഞങ്ങൾ ഈ കേബിൾ കാറിൻ്റെ ഈ അടുത്ത് വരെ എത്തിയത് ഏകദേശം ഒരു 7:30 സമയം കഴിഞ്ഞു. പക്ഷെ നേരിട്ട് ആ ഒരു കേബിൾ കാർ കണ്ടപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ആ ദേഷ്യം അരിശമൊക്കെ മാറി കേട്ടോ. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിപ്പിള്ളേരൊക്കെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. അവരൊക്കെ ചെറിയ മോശമായിട്ട് അത് എടുത്തു തുടങ്ങി. കാരണം കയ്യിലൊരു സ്നാക്സ് പോലും നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. നമ്മൾ കൊണ്ടുവരുന്ന വെള്ളമല്ലാതെ വേറൊന്നും ഇവർ കയറ്റത്തില്ല. കാരണം അതിൻ്റെ മുകളിൽ വേറെ ഷോപ്പുണ്ട് ഇവരുടേത്. നമ്മൾ സാധനം കൊണ്ടുവന്ന ആ ഷോപ്പിലെ സാധനങ്ങൾ വിറ്റ് തീരില്ലല്ലോ. അങ്ങനെ കറങ്ങി വന്ന കേബിൾ കാറിൽ ഞങ്ങൾ ഓടിക്കയറി. 3ാമത്തെ കേബിൾ കാറായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരുന്നത് കൊണ്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചുറ്റുപാടുകളൊന്നും കാണുന്നില്ലായിരുന്നു. കുറച്ച് വെട്ടങ്ങൾ അവിടെ ഇവിടെ. അങ്ങനെ ഞങ്ങളേറ്റവും അവസാനം ഞങ്ങളുടെ ജഡായു അങ്ങ് റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ജഡായുവിനെ അടുത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. വിചാരിച്ചതിനേക്കാളും വലുപ്പമുണ്ട്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ എടുത്തു. അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഫോട്ടോസിന്. എന്നാലും രാത്രിയിൽ സൗന്ദര്യമൊക്കെ കണ്ട് കുഞ്ഞൂസ് പാറപ്പുറത്തൊക്കെ കളിച്ച്. പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടോ, അത് ആ ക്യൂവിലിരുന്ന് ക്ഷീണിച്ചവർ മാറിയിരിക്കുന്നതാണ്. ഞങ്ങളങ്ങനെ പിന്നെയും പോയി അടുത്ത ക്യൂവിൽ നിന്ന് കുറേ നേരത്തെ ശേഷം 10 മണിയായപ്പോൾ വീട്ടിലെത്തി.